Good morning, dear children. How are you? Today we are going to study our 8th chapter, that is cell structure and functions. This chapter mentioned various types of cells, their structure and functions. Let us start. We have already learned that things around us are either living or non-living. നമുക്ക് ചുറ്റുപാടുമുള്ള എല്ലാ ജീവജാലങ്ങളെയും നോക്കിയാൽ അവ ലിവിങ് ഓർ നോൺ ലിവിങ് ആണ്. അപ്പോൾ എല്ലാം ഫോം ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്. സെൽസ് ആർ ദ സ്ട്രക്ചറൽ യൂണിറ്റ്സ് ഓഫ് ഓൾ ഓർഗാനിസംസ്. സെൽസിനെ നമുക്ക് ബ്രിക്സുമായിട്ട് കമ്പയർ ചെയ്യാം അല്ലേ? ബിൽഡിങ്സ് ഒക്കെ നിർമ്മിക്കുന്നത് ബ്രിക്സ് കൊണ്ടാണ്. അതുപോലെ തന്നെ എല്ലാ ഓർഗാനിസംസിൻ്റെയും ബോഡി ഫോം ചെയ്തിരിക്കുന്നത് സെൽസ് കൊണ്ടാണ്. ബേസിക് യൂണിറ്റ്സ് ഓഫ് ഓൾ ഓർഗാനിസംസ് ആർ സെൽസ്. The basic structural unit of an organ, which is the cell. Cells may be compared to bricks. നമ്മുടെ ശരീരത്തിൽ ധാരാളം ബോഡി ഫങ്ഷൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഓരോ ബോഡി ഫങ്ഷൻ അത് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർഗൻസിൻ്റെ സഹായത്താലാണ്. അപ്പോൾ ഓരോ ഓർഗനും ഫോം ചെയ്തിരിക്കുന്നത് സെൽസ് കൊണ്ടാണ്. സെൽസ് ആർ ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ്. What are cells? Cells are the basic structural and functional units of living organisms. Cells of living organisms could be observed only after the discovery of microscopes. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ധാരാളം സെല്ലുകളുണ്ട്. അവയുടെ ഫങ്ഷൻസും അവയുടെ സ്ട്രക്ചറൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് നടക്കുന്നത്? സെൽസിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ന്യൂട്രീഷൻ, ഗ്രോത്ത്, റെസ്പിറേഷൻ, എക്സ്ക്രീഷൻ, റിപ്രൊഡക്ഷൻ, മൂവ്മെൻറ്റ്, ഡൈജഷൻ, അതുപോലെ നമ്മുടെ ബോഡി സ്ട്രക്ചർ അല്ലേ നൽകുന്നത്. അതുപോലെ ബോഡി റിപ്പയർ, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടായെങ്കിൽ അത് റിപ്പയർ ചെയ്യുന്നത്, ഹീൽ ചെയ്യുന്നത്, ഇതിനെല്ലാം സഹായിക്കുന്നത് എന്താണ്? സെൽസ്. അപ്പോൾ സെൽസിൻ്റെ ഫങ്ഷൻസ് എന്താണ്? എല്ലാ ഓർഗാനിസത്തിൻ്റെയും അവയുടെ ബോഡി ഫങ്ഷൻസ് അത് ചെയ്യുന്നതിന് സഹായിക്കുന്ന ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ്സ് ആണ് സെൽസ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഡിസ്കവറി ഓഫ് ദ സെൽ. Robert Hooke in 1665 observed slices of cork under a simple magnifying device. റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് സെൽസ് ആദ്യമായി കണ്ടുപിടിക്കുന്നത്. അതിൽ അദ്ദേഹം എന്താണ് ഒരു കോർക്ക് എന്ന് പറഞ്ഞാൽ കുപ്പിക്കൊക്കെ അടപ്പ്, ഇങ്ങനെ തടിയുടെ അടപ്പുണ്ടല്ലോ, അതിനാണ് കോർക്ക് എന്ന് പറയുന്നത്. കോർക്ക് ഈസ് എ പാർട്ട് ഓഫ് ദ ബാർക്ക് ഓഫ് എ ട്രീയുടെ ഉണങ്ങിയ പുറന്തൊലി, അതിനാണ് ബാർക്ക് എന്ന് പറയുന്നത്. അതിൽ നിന്നുമാണ് ഈ കോർക്ക് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു മൈക്രോസ്കോപ്പിൽ നോക്കിയപ്പോഴാണ്, ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ചെറിയ ചെറിയ ബോക്സസ് പോലുള്ള സംഭവം കാണാൻ സാധിച്ചു. അദ്ദേഹം അതിന് സെല്ലെന്ന് പേരിട്ടു. അതിനുശേഷം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പുകളിലൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് സെല്ലിനെ കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങളൊക്കെ നടന്നത്. അപ്പോൾ ഹ്യൂമൻ ബോഡി അതുപോലെ ലിവിങ് ഓർഗാനിസംസിൽ ധാരാളം സെല്ലുകളുണ്ട്. Human body has trillions of cells which vary in shapes and sizes. അപ്പോൾ ധാരാളം സെല്ലുകളുള്ള, ഇപ്പോൾ ട്രില്യൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബില്യൺ ഈസ് എ 1000 മില്യൺ, എ ട്രില്യൺ ഈസ് എ 1000 ബില്യൺ. അപ്പോൾ അത്രയും സെല്ലുകൾ കൊണ്ടാണ് നമ്മുടെ ശരീരം ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ സെല്ലുകൾ ഉള്ള ഓർഗാനിസംസിന് പറയുന്ന പേരാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ ധാരാളം സെല്ലുകൾ ഉണ്ടായിരിക്കും. എന്നാൽ ചില യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ഉണ്ട്. അവയുടെ ശരീരത്തിൽ ആകെ ഒരു സെല്ല് മാത്രമേ ഉള്ളൂ. സിംഗിൾ സെൽഡ് ഓർഗാനിസംസ്, ദേ ഹാവ് ഓൺലി വൺ സെൽ. എക്സാമ്പിൾ അമീബ ആൻഡ് പാരമീഷ്യം. അമീബയും പാരമീഷ്യയും ഒക്കെ
യൂണിസെല്ലുലാർ ഓർഗാനിസംസിന് എക്സാമ്പിളാണ്. അവയുടെ എല്ലാ ബോഡി ഫങ്ഷൻസും അവ ചെയ്യുന്നത് ഒരു സെല്ലുകൾ കൊണ്ടാണ്. അപ്പോൾ ഈസ്റ്റ്, ബാക്ടീരിയ ഒക്കെ എന്താണ്? യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. അതുപോലെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ആൽഗെ, ഫംഗൈ. പക്ഷേ അവ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആണ്. അപ്പോൾ മോർ ദാൻ വൺ സെൽ, ഒന്നിൽ കൂടുതൽ സെല്ലുകൾ കൊണ്ട് ഫോം ചെയ്തിരിക്കുന്ന രൂപപ്പെട്ടിരിക്കുന്ന ഓർഗാനിസംസിന് പറയുന്ന പേരാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. Only one cell, some organisms have only one cell, they are single celled organisms, they are called unicellular organism. Example, amoeba and paramecium. Then next നമുക്ക് ഓർഗാനിസംസിൻ്റെ ഈ സെല്ലുകൾ എല്ലാം ഒരുപോലെ ആയിരിക്കുമോ? അപ്പോൾ സിംഗിൾ സെൽ ഡസ് നോട്ട് ഓൾ ഫങ്ഷൻസ്. ഇപ്പോൾ സിംഗിൾ സെൽഡ് ഓർഗാനിസം ആണെന്ന് വിചാരിക്കുക, അവയുടെ ശരീരത്തിൽ അവയുടെ എല്ലാ ബോഡി ഫങ്ഷൻസും നടക്കുന്നുണ്ടായിരിക്കുമോ? അപ്പോൾ മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ നമ്മൾ പറഞ്ഞു ഒത്തിരി റെസ്പിറേഷൻ, ന്യൂട്രീഷൻ, റിപ്രൊഡക്ഷൻ, എക്സ്ക്രീഷൻ, ഒത്തിരി ബോഡി ഫങ്ഷൻസ് ഉണ്ട്. അവയെല്ലാം നടക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് കൊണ്ടാണ്. അപ്പോൾ ഒരു ഫങ്ഷൻ ഉള്ള സെല്ലുകൾ, അങ്ങനത്തെ സെല്ലുകളെല്ലാം കൂടെ ചേർന്നിട്ട് അതേപോലെയുള്ള ഒരു ടിഷ്യൂ, അപ്പോൾ സെയിം സ്ട്രക്ചറും സെയിം ഫങ്ഷനും ഉള്ള സെല്ലുകൾ ഗ്രൂപ്പ് ചേർന്ന് ടിഷ്യൂ ആയിട്ട് മാറും. അപ്പോൾ സിമിലർ ഫങ്ഷൻ, സിമിലർ സ്ട്രക്ചറൊക്കെ ഉള്ള ടിഷ്യൂസ് എല്ലാം കൂടെ ചേർന്നൊരു ഓർഗനായിട്ട് മാറും. അപ്പോൾ അങ്ങനെയുള്ള ഓർഗൻസ് ആണ് നമ്മുടെ ബോഡി ഫങ്ഷൻസ്. ഓരോ ബോഡി ഫങ്ഷനും അതിൻ്റേതായിട്ടുള്ള ഓർഗനുണ്ട് അല്ലേ. സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേനും ഹാർട്ട് അല്ലേ, എക്സ്ക്രീഷൻ എന്ന് പറയുമ്പോൾ കിഡ്നീസ്. അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ ബോഡി ഫങ്ഷനും അതിൻ്റേതായിട്ടുള്ള ഓർഗൻ സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ എന്താണ്? സെയിം ഫങ്ഷനുള്ള സെല്ലുകൾ ചേർന്ന് ടിഷ്യൂസ് ഉണ്ടാകുന്നു. അങ്ങനെ ഒരേപോലെയുള്ള ടിഷ്യൂസ് ചേർന്ന് ഓർഗൻസ് ആകുന്നു. ഡിഫറെൻറ്റ് ടിഷ്യൂസ് കമ്പൈൻ ടു ഫോം ഓർഗൻസ്. എന്നാൽ സിംഗിൾ സെല്ലുലാർ ഓർഗാനിസംസിൽ എല്ലാ ബോഡി ഫങ്ഷൻസും നടക്കുന്നത് ആ ഒരു സെല്ലുകൾ കൊണ്ടാണ്. അപ്പോൾ മനസ്സിലായല്ലോ, സിംഗിൾ സെല്ലുലാർ ഓർഗാനിസം ആണെന്ന് വിചാരിച്ച് അവയുടെ ബോഡി ഫങ്ഷൻസിനൊന്നും കുറവില്ല. മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിൽ നടക്കുന്ന എല്ലാ ബോഡി ഫങ്ഷൻസും യൂണിസെല്ലുലാർ ഓർഗാനിസംസിലും നടക്കുന്നുണ്ട്. എ സിംഗിൾ സെൽഡ് ഓർഗാനിസം ലൈക്ക് അമീബ captures and digests food, respires, excretes, grows and reproduces. Similar functions in multicellular organisms are carried out by groups of specialized cells forming different tissues. മൾട്ടിസെല്ലുലാർ ഓർഗാനിസത്തിലാണെങ്കിൽ ഓരോ ബോഡി ഫങ്ഷനും അതിൻ്റേതായിട്ടുള്ള ഓർഗൻസ് ഉണ്ട്. എന്നാൽ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ ആ ഒരു ഒറ്റ സെല്ല് എല്ലാ ബോഡി ഫങ്ഷൻസും നടത്തുന്നു. അപ്പോൾ ഓർഗാനിസംസ് ആർ മെയ്ഡ് ഓഫ് മോർ ദാൻ one cell are called multicellular organisms, but organisms they are only one cell, they are called unicellular organisms. Then number of cells, എല്ലാ ഓർഗാനിസത്തിലും ഒരേ എണ്ണം സെൽസ് ആണോ ഉള്ളത്? ഇല്ല. അപ്പോൾ സൈസ് ഓഫ് ദ സെൽ ആൻഡ് നമ്പർ ഓഫ് സെൽസ് ആർ റിലേറ്റഡ് വിത്ത് ദ സൈസ് ഓഫ് ദ ഓർഗാനിസം. അപ്പോൾ ചെറിയ ജീവികളിൽ സെൽസിൻ്റെ എണ്ണം ചിലപ്പോൾ കുറവായിരിക്കാം അല്ലേ. വലിയ ജീവികളിൽ എലഫൻറ്റിലൊക്കെ സെൽസിൻ്റെ എണ്ണം നമ്പർ കൂടുതലായിരിക്കാം. എന്നാൽ സൈസ് ഓഫ് ദ സെൽ ഹാസ് നോ റിലേഷൻ വിത്ത് ദ സൈസ് ഓഫ് ബോഡി. അപ്പോൾ എലഫൻറ്റ് വലിയ ആനിമലാണ്, റാറ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ ജീവിയാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ എലഫൻറ്റിനകത്തിലെ സെൽസ് എല്ലാം ഒത്തിരി വലുതായിരിക്കുമോ? ഇല്ല, അങ്ങനെയാകണമെന്നില്ല. അപ്പോൾ സൈസ് ഓഫ് ദ സെല്ലും സൈസ് ഓഫ് ദ ഓർഗാനിസവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പക്ഷേ ലാർജ് ആനിമൽസിൽ സെല്ലുകളുടെ നമ്പറിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ലാർജ് നമ്പർ ഓഫ് സെൽസ് കാണും. അതുപോലെ ദ എഗ് ഓഫ് എ ഹെൻ റെപ്രസെൻറ്റ്സ് എ സിംഗിൾ സെൽ.
എഗ്ഗ് എന്ന് പറയുന്നത്, ഒരു കോഴിമുട്ട അല്ലേ, അതൊക്കെ എന്താണ്, സിംഗിൾ സെല്ലാണ്. അത് നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സെല്ലുകൾ സാധാരണ വളരെ മൈക്രോസ്കോപ്പിക്കാണ്. നമുക്ക് നല്ല സൂക്ഷ്മമായിട്ടുള്ള നല്ല പവറുള്ള മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താലേ സെല്ലുകളെ കാണാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ആണ് വളരെ വലുപ്പമുള്ള സെല്ലുകളും ഉണ്ട്. എക്സാമ്പിളാണ് എഗ്സ് ഓഫ് ഹെന്ന്, പിന്നെ ഓസ്ട്രിച്ചിൻ്റെ എഗ്ഗാണ് ഏറ്റവും വലിയ സെൽ. അതുപോലെ തന്നെ സെല്ലുകൾക്കെല്ലാം ഒരേ ഷേപ്പ് ആയിരിക്കണം എന്നില്ല, സെല്ലുകളുടെ ഷേപ്പും വ്യത്യാസപ്പെട്ടിരിക്കും. ജനറലി സെൽസ് ആർ റൗണ്ടഡ്, സ്ഫെരിക്കൽ ഓർ ഇലോങ്ങേറ്റഡ്. ഇപ്പോൾ എന്താണ്, റൗണ്ട് ഷേപ്പിലോ സ്ഫെരിക്കൽ ഷേപ്പിലോ അല്ലെങ്കിൽ ഇലോങ്ങേറ്റഡ് സെൽസ്, ഇതൊക്കെയാണ് സെല്ലുകളുടെ. നമ്മുടെ ബ്ലഡ് സെല്ലുകൾ എന്താണ്, റൗണ്ട് ഷേപ്പാണ് ഇത്. അതുപോലെ മസിൽ സെൽസ് എന്ന് പറഞ്ഞാൽ രണ്ടറ്റവും നാരോ ആയിരിക്കും, മിഡിൽ ഭാഗം കുറച്ച് ബ്രോഡായിരിക്കും. അതുപോലെ നെർവ് സെൽസ് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് സെൽസാണ്. അപ്പോൾ സെല്ലിൻ്റെ ഷേപ്പിന് വ്യത്യാസം. അപ്പോൾ അവയുടെ ആ ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും സെൽസിൻ്റെ ഷേപ്പ്. ദ ഷേപ്പ് ഓഫ് ദ സെൽ ഈസ് റിലേറ്റഡ് വിത്ത് ദ ഫങ്ഷൻ ഓഫ് ദ സെൽ. The size of the cell in living organisms may be as small as a millionth of a meter. അപ്പോൾ വളരെ ചെറിയ സെല്ലുകളുമുണ്ട്, അതുപോലെ ഓസ്ട്രിച്ചിൻ്റെ എഗ്ഗ് പോലെ വലിയ സെല്ലുകളുമുണ്ട്. അതുപോലെ സെല്ലിൻ്റെ ഷേപ്പിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ജനറലി സെൽസ് ആർ റൗണ്ട്, സ്പെരിക്കൽ ഓർ ഇലോങ്ങേറ്റഡ്. സം സെൽസ് ആർ ലോങ് ആൻഡ് പോയിൻറ്റഡ് അറ്റ് ബോത്ത് എൻഡ്സ്. മസിൽ സെൽസ് അങ്ങനെയാണ് അല്ലേ. ദെൻ സെൽസ് സംടൈംസ് ആർ ക്വൈറ്റ് ലോങ്, ചിലപ്പോൾ വളരെ നീളമുള്ള സെൽസ് ആയിരിക്കും. സം ആർ ബ്രാഞ്ച് ലൈക്ക് ദ നെർവ് സെൽ ഓർ എ ന്യൂറോൺ. നെർവ് സെല്ല്, ന്യൂറോൺസ് ഒക്കെ അതെന്താണ്, മെസ്സേജസ് ക്യാരി ചെയ്യുന്ന സെൽസുകളാണ്. അവയ്ക്ക് നല്ല നീളമുണ്ടാക്കി എലോങ്ങേറ്റഡ് സെൽസ് ആണ്. അതുപോലെ ബ്രാഞ്ച്ഡ് സെൽസ് ആയിരിക്കും. ദ നെർവ് സെൽസ് റിസീവ്സ് ആൻഡ് ട്രാൻസ്ഫേഴ്സ് മെസ്സേജസ്, thereby helping to control and coordinate the working of different parts of the body. Nerve cells ആണ് മെസ്സേജുകൾ സ്വീകരിക്കുകയും മെസ്സേജുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഒരു ചൂടുള്ള വസ്തുവിൽ നമ്മൾ തൊട്ടു, നമ്മളറിയാതെ തന്നെ നമ്മുടെ കൈ നമ്മൾ മാറ്റും അല്ലേ. അതുപോലെ ഒരു മുള്ളലൊക്കെ ചവിട്ടുകയാണെങ്കിൽ നമ്മൾ കാണുമ്പോൾ അതെന്താണ്, ആ മെസ്സേജ് എത്രയും വേഗം നമ്മുടെ ബ്രെയിനിൽ സ്പൈനൽ കോഡ് ആ സിസ്റ്റത്തിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എത്തിച്ച് അത് നമുക്ക് മെസ്സേജുകൾ കൊണ്ടുപോവുകയും തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നത് നെർവ് സെൽസ് ആണ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നു അമീബ സിംഗിൾ സെൽഡ് ഓർഗനിസം എന്ന് പറഞ്ഞു. ഈ അമീബ എങ്ങനെയാണ് അതിൻ്റെ ബോഡി ഫങ്ഷൻസ് എല്ലാം ഒറ്റ സെല്ലിൽ ചെയ്യുന്നത് നോക്കിക്കേ. അമീബ ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ്. അമീബ എന്ന് പറയുന്നത് യൂണിസെല്ലുലർ ഓർഗനിസം ആണ്. അതിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഇല്ല. അതിൻ്റെ ഷേപ്പ് അത് എപ്പോഴും ഇങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അമീബ ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ് അൺലൈക്ക് അതർ ഓർഗനിസം. ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ് ഇറ്റ്സ് ഷേപ്പ്. അതിൻ്റെ ഷേപ്പ് അത് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഒബ്സർവ് ദ പ്രൊജക്ഷൻസ് ഓഫ് വേരിയിങ് ലെങ്ത്സ് പ്രൊട്രൂഡിങ് ഔട്ട് ഓഫ് ദ ബോഡി. അതായത് ശരീരത്തിൽ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പല ഷേപ്പിൽ ഇങ്ങനെ കാണാം. അതിന് പറയുന്ന പേരാണ് സ്യൂഡോപോഡിയ. സ്യൂഡോ മീൻസ് ഫാൾസ്, പോഡിയ മീൻസ് ഫീറ്റ്. സ്യൂഡോപോഡിയ മീൻസ് ഫാൾസ് ഫീറ്റ്, കാലുകൾ, ഫീറ്റുകൾ പോലെ നമുക്ക് തോന്നും, പക്ഷേ അത് യഥാർത്ഥത്തിൽ അവയുടെ കാലുകളില്ല. അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ ബോഡി ഫങ്ഷൻ അനുസരിച്ച് അത് അതിൻ്റെ ബോഡിക്ക് ഷേപ്പ് വ്യത്യാസം വരുത്തുന്നു. These projections appear and disappear as amoeba moves or feeds. ഈ അത് ഫീഡ് ചെയ്യുകയോ മൂവ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അമീബയുടെ ആ ഷേപ്പിന്, ആ സ്യൂഡോപോഡിയയ്ക്ക് ഷേപ്പിന് വ്യത്യാസം വരുന്നു. നെക്സ്റ്റ് പാർട്സ് ഓഫ് എ സെൽ. സെല്ലിൻ്റെ പാർട്സ് എന്തൊക്കെയാണ്? ദ ബേസിക് കമ്പോണൻറ്റ്സ് ഓഫ് എ സെൽ ആർ സെൽ മെംബ്രെയിൻ. സെല്ലിൻ്റെ ഏറ്റവും ബേസിക് കമ്പോണൻറ്റ് എന്താണ്? സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. എന്താണ് മെയിനായിട്ടും? സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. The cytoplasm and nucleus are enclosed within the cell membrane. അപ്പോൾ സൈറ്റോപ്ലാസവും ന്യൂക്ലിയസും എവിടെയാണ്? സെൽ മെംബ്രെയിനിന് ഉള്ളിലാണ്. അപ്പോൾ ഇതിനെ പൊതിഞ്ഞ് കാണുന്ന ഒരു ആവരണം,
അതിനെ സംരക്ഷിക്കുന്ന ഒരു ഭിത്തി, അതാണ് സെൽ മെംബ്രെയിൻ. ദ സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ് ആർ എൻക്ലോസ്ഡ് വിതിൻ ദ സെൽ മെംബ്രെയിൻ, ഓൾസോ കോൾഡ് ദ പ്ലാസ്മ മെംബ്രെയിൻ. അതിൻ്റെ പറയുന്ന മറ്റൊരു പേരാണ് പ്ലാസ്മ മെംബ്രെയിൻ. The membrane separates cells from one another and also the cell from the surrounding medium. അപ്പോൾ ഈ സെൽ മെംബ്രെയിൻ എന്താണ് ചെയ്യുന്നത്? മറ്റുള്ള സെല്ലുകളിൽ നിന്നും ഇതിനെ വേർതിരിക്കുന്നു. അതുപോലെ സൈറ്റോപ്ലാസത്തിനും ന്യൂക്ലിയസിനും ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു, അല്ലേ? The membrane separates cell from one another and also the cell from the surrounding medium. The plasma membrane is porous and allows the movement of substances or materials both inwards and outwards. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്ന പേര് തന്നെയാണ് പ്ലാസ്മ മെംബ്രെയിൻ. അത് പോറസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട് അവയ്ക്ക്. എന്താണ്? ദ പ്ലാസ്മ മെംബ്രെയിൻ ഈസ് പോറസ് ആൻഡ് അലൗസ് ദ മൂവ്മെൻറ്റ് ഓഫ് സബ്സ്റ്റൻസസ് ഓർ മെറ്റീരിയൽസ് ബോത്ത് ഇൻവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ്. ഇതിൽ സബ്സ്റ്റൻസ് അകത്തേക്കും പുറത്തേക്കും കടന്നു പോകാനായിട്ട് അനുവദിക്കുന്ന തരത്തിലുള്ള പോറസ് ആയിട്ടുള്ള ഒരു മെംബ്രെയിനാണ് സെൽ മെംബ്രെയിൻ. ദ ബൗണ്ടറി ഓഫ് നോക്കിയ സെൽ മെംബ്രെയിന് പുറമെ മറ്റൊരു വാളുണ്ട്. എന്താണ്? സെൽ വാൾ. In addition to the cell membrane, there is an outer thick layer in cells of plants called cell wall. അപ്പോൾ പ്ലാന്റ് സെല്ലിൽ മാത്രമേ സെൽ വോള് ഉള്ളൂ. ശ്രദ്ധിക്കണം, സെൽ വോള് പ്ലാന്റ് സെല്ലിൽ മാത്രമേ ഉള്ളൂ. In addition to the cell membrane, there is an outer thick layer in cells of plants called cell wall. This additional layer surrounding the cell membrane is required by plants for protection. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സെൽ മെംബ്രെയിൻ ഉള്ളത്? അവയ്ക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. Plant cells need protection against variations in temperature, high wind speed, atmospheric moisture, etc. അപ്പോൾ പ്ലാന്റ്സിന് മൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അവയ്ക്ക് പ്രൊട്ടക്ഷൻ കൂടുതൽ വേണം. അതിനാലാണ് ഇവയ്ക്ക് സെൽ വോൾ കൂടെ ഉള്ളത്. നെക്സ്റ്റ്, അപ്പോൾ ആനിമൽ സെൽസ് നോക്കിയാൽ ഇപ്പം നമ്മൾക്ക് ഹ്യൂമൻ ചീക്ക് സെല്ലിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ്? സെൽ മെംബ്രെയിൻ ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ഇനി ആനിമൽ സെൽസും പ്ലാന്റ് സെൽസും കൂടെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ, അപ്പോൾ ഇവിടെ പിക്ചറിൽ കാണുന്നത് ഒരു പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലുമാണ്. പ്ലാന്റ് സെല്ലിൽ സെൽ വോളുണ്ട്, എന്നാൽ ആനിമൽ സെല്ലിൽ ഈ സെൽ വാള് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇനി ഹ്യൂമൻ ചീക്ക് സെല്ലിൽ എന്തൊക്കെയാണുള്ളത്? സെൽ മെംബ്രെയിൻ ഉണ്ട്, അതുപോലെ അതിന് സൈറ്റോപ്ലാസം ഉണ്ട്. അതിന് ഈ സെൽ മെംബ്രെയിനുള്ളിൽ കാണുന്ന ഭാഗമാണ് സൈറ്റോപ്ലാസം. അതിനുള്ളിൽ റൗണ്ട് ഷേപ്പിൽ കാണുന്നത് ന്യൂക്ലിയസിനെ റൗണ്ട് ചെയ്ത് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു സെൽ വോൾ, സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയർ മെംബ്രെയിൻ. നെക്സ്റ്റ് സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് പ്രസൻറ്റ് ബിറ്റ്വീൻ ദ സെൽ മെംബ്രെയിൻ ആൻഡ് ദ ന്യൂക്ലിയസിനും സെൽ മെംബ്രെയിനും ഇടയ്ക്ക് കാണപ്പെടുന്ന ആ ഭാഗം ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ്, അതാണ് സൈറ്റോപ്ലാസം. Various other components or organelles of cells are present in the cytoplasm. ഈ സൈറ്റോപ്ലാസത്തിൽ വേരിയസ് അതർ കമ്പോണൻസ് അല്ലെങ്കിൽ പറയുന്ന പേരാണ് ഓർഗനൽസ്. ഇതൊക്കെ കാണപ്പെടുന്ന എവിടെയാണ്? സൈറ്റോപ്ലാസത്തിൽ. ദീസ് ആർ മൈറ്റോകോൺട്രിയ. ഓർഗനൽസ് എന്തൊക്കെയാണ്? മൈറ്റോകോൺട്രിയ, ഗോൾജി ബോഡീസ്, റൈബോസോംസ്. ഇതെല്ലാം കാണപ്പെടുന്ന ആ ഓർഗനൽസ് എല്ലാം കാണപ്പെടുന്നത് സൈറ്റോപ്ലാസം. അത് പഠിച്ചോണം. വാട്ട് ആർ ദ ഓർഗനൽസ് പ്രസൻറ്റ് ഇൻ ദ സൈറ്റോപ്ലാസം? എന്തൊക്കെയാണ്? മൈറ്റോകോൺട്രിയ, ഗോൾജി ബോഡീസ് ആൻഡ് റൈബോസോംസ്. ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. ഓരോന്നിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് എന്താണ്? ഇതിനകത്ത് ഈ പിക്ചറിൽ കാണാം, നിങ്ങൾക്ക് ഗ്രീൻ കളേർഡ് പിഗ്മെൻറ്റ്സ് കാണാം. അത് നമുക്ക് പ്ലാന്റ് സെല്ലിൽ മാത്രമാണ് കാണുന്നത്. അതിന് പറയുന്ന പേരാണ് പ്ലാസ്റ്റിഡ്സ്. എന്താണ്? പ്ലാസ്റ്റിഡ്സ്. ദ കളേർഡ് ബോഡീസ് ഇൻ ദ cytoplasm of the cells of
leaves or plants. They are scattered in the cytoplasm of the leaf cells. These are called plastids. They are of different colors. The plastids are different colors. Some of them contain green pigments called chlorophyll. Green colored plastids are called chloroplast. The chloroplast, green colored plastids are called chloroplasts. They provide green color to the leaves. അപ്പോൾ ലീവ്സിന് ഗ്രീൻ കളർ കൊടുക്കുന്ന പ്ലാസ്റ്റിഡ്സ് ഏതാണ്? ക്ലോറോപ്ലാസ്റ്റ്. You may recall that chlorophyll in the chloroplast of leaves is essential for photosynthesis. അപ്പോൾ വേരിയസ് കളേഴ്സ് ഉള്ള ലീവ്സ് ഒക്കെ നമുക്ക് കാണാം അല്ലേ? അത് ഈ പ്ലാസ്റ്റിഡ്സ് ആണ്. ഇപ്പം ഫ്രൂട്ട്സിനൊക്കെ കളർ കൊടുക്കുന്നത് എല്ലാം പ്ലാസ്റ്റിഡ്സ് ആണ്. അപ്പോൾ ഈ ഗ്രീൻ കളേർഡ് പ്ലാസ്റ്റിഡ്സ് ആണ് ക്ലോറോപ്ലാസ്റ്റ്. ദേ give green color to the chlorophyll. Next, plant സെല്ലും ആനിമൽ സെല്ലും നമ്മുടെ പുസ്തകത്തിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ് സെല്ലും ആനിമൽ സെല്ലും കൂടെ നമ്മളൊന്ന് കമ്പയർ ചെയ്താൽ എന്തൊക്കെയാണ്? പ്ലാന്റ് സെല്ലിൽ സെൽ മെംബ്രെയിൻ കൂടാതെ സെൽ വാൾ ഉണ്ട് അല്ലേ? ആനിമൽ സെല്ലിൽ സെൽ വാള് ഇല്ല. എന്നാൽ പ്ലാന്റ് സെല്ലിൽ സെൽ വാൾ ഉണ്ട്. അത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് പ്ലാന്റ് സെല്ലിന് സെൽ വാൾ അഡീഷണൽ ആയിട്ടുണ്ട്. ദെൻ എന്താണ് പിന്നെ? വാക്യൂൾ പ്ലാന്റ് സെല്ലിൽ ബിഗ് വാക്യൂൾസ് ആണുള്ളത് അല്ലേ? അപ്പോൾ അവയ്ക്ക് വളരെ വലിയ വാക്യൂൾസ് ആണ് പ്ലാന്റ് സെല്ലിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ ആനിമൽ സെല്ലിൽ സ്മോൾ വാക്യൂൾസ്. ദെൻ ന്യൂക്ലിയർ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം അല്ലേ? അപ്പോൾ പ്ലാന്റ് സെല്ലിൽ പ്ലാസ്റ്റിഡ്സ് ഉണ്ട്, ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. എന്നാൽ ആനിമൽ സെല്ലിൽ അവയില്ല. ദെൻ പ്ലാന്റ് സെല്ലിൽ ബിഗ് വാക്യൂൾ ഉണ്ട്, ഒറ്റ വാക്യൂൾ വലുതായിട്ട് ഇരിക്കുകയാണ്. എന്നാൽ ആനിമൽ സെൽസിൽ ചെറിയ ചെറിയ വാക്യൂൾസ് ആണ് കാണപ്പെടുന്നത്. ദെൻ സൈറ്റോപ്ലാസം ഇങ്ങനെ എല്ലാ ഭാഗത്തുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആനിമൽ സെല്ലിൽ. പ്ലാന്റ് സെല്ലിലാണെങ്കിൽ പ്ലാസ്റ്റിഡ്സ് തിങ്ങി സൈറ്റോപ്ലാസം അങ്ങനെ മാറിയിരിക്കും. നെക്സ്റ്റ് എന്താണ്? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്തൊരു ചെറിയ ഒരു ബ്ലാക്ക് സ്പോട്ട് കാണാം. അതിന് പറയുന്ന പേരാണ് ന്യൂക്ലിയോളസ്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ഫങ്ഷൻസ് ആണ് ക്രോമോസോംസ്. അപ്പോൾ ഇതിനുള്ളിലാണ് ക്രോമോസോംസ് ഒക്കെ കാണപ്പെടുന്നത്. അപ്പോൾ ന്യൂക്ലിയസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ന്യൂക്ലിയസ് it is an important component of the living cell. It is generally spherical and located in the center of the cell. അപ്പോൾ സെല്ലിൻ്റെ സെൻറ്ററിലായിട്ടാണ് ന്യൂക്ലിയസ് കാണപ്പെടുന്നത്. ഇറ്റ് ക്യാൻ ബി സ്റ്റെയിൻഡ് ആൻഡ് സീൻ ഈസിലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പിൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ഇതിനെ കാണാൻ സാധിക്കും. ന്യൂക്ലിയസ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദ സൈറ്റോപ്ലാസം ബൈ എ മെംബ്രെയിൻ കോൾഡ് ദ ന്യൂക്ലിയർ മെംബ്രെയിൻ. അപ്പോൾ ന്യൂക്ലിയസ് സൈറ്റോപ്ലാസവുമായിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്? ന്യൂക്ലിയർ മെംബ്രെയിൻ ആണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ദിസ് മെംബ്രെയിൻ ഈസ് ഓൾസോ porous and allows the movement of materials between the cytoplasm and inside of the nucleus. അപ്പോൾ ന്യൂക്ലിയർ മെംബ്രെയിൻ പോറസ് ആണ്. അപ്പോൾ ഈ ന്യൂക്ലിയസിനകത്ത് എന്തൊക്കെയാണ് കാണപ്പെടുന്നത്? A smaller spherical body in the nucleus is called nucleolus. In addition, nucleus contains thread-like structures called chromosomes. These carry genes and help in inheritance or transfer of characters from the parents to the offspring. അപ്പോൾ ഈ ജീൻസ് ആണ് പേരൻസിൽ നിന്നും മക്കളിലേക്ക് ക്യാരക്ടേഴ്സ് ഇൻഹെറിറ്റൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് nucleus, in addition to its role in inheritance, acts as control center of the activities of the cell. സെല്ലിലെ എല്ലാ സ്ട്രക്ചർ എല്ലാ ഫങ്ഷൻസും കൺട്രോൾ ചെയ്യുന്നത് ന്യൂക്ലിയസ് ആണ്. ദ എൻറ്റയർ കണ്ടൻറ്റ് ഓഫ് എ ലിവിങ് സെൽ ഈസ് നോൺ ആസ് പ്രോട്ടോപ്ലാസം. അപ്പോൾ സെല്ലിനകത്ത് കാണുന്ന എല്ലാ കണ്ടൻറ്റിനെയും കൂടെ ചേർത്ത് പറയുന്നതാണ് പ്രോട്ടോപ്ലാസം. വാട്ട് ഈസ് പ്രോട്ടോപ്ലാസം? ദ എൻറ്റയർ കണ്ടൻറ്റ് ഓഫ് എ ലിവിങ് സെൽ ഈസ് നോൺ ആസ് protoplasm. It includes the cytoplasm and the nucleus. അപ്പം പ്രോട്ടോപ്ലാസത്തിനകത്ത് എന്തൊക്കെ വരും? സൈറ്റോപ്ലാസം വരും, ന്യൂക്ലിയസും വരും. പ്രോട്ടോപ്ലാസം ഈസ് കോൾഡ് ദ ലിവിങ് സബ്സ്റ്റൻസ് ഓഫ് ദ സെൽ. അപ്പോൾ ഇതിന് നമുക്ക് പ്ലാന്റ് സെല്ലും ആനിമൽ സെൽസും കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ അത് ടീച്ചർ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം പറഞ്ഞായിരുന്നു. നമുക്ക് പിക്ചറിൽ വളരെ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാകും. ടെക്സ്റ്റിനകത്ത് ന്യൂക്ലിയസ് എന്നുള്ള പാർട്ട്, ജീൻസ്, അതൊക്കെ നന്നായിട്ട് നിങ്ങൾ പഠിക്കുക.
അപ്പോൾ ന്യൂക്ലിയസിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട് അല്ലേ, സൈറ്റോപ്ലാസം ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ പഠിക്കുക. പിന്നെ അതുപോലെ ന്യൂക്ലിയസിൽ എന്താണുള്ളത്? ക്രോമോസോംസ് ഉണ്ട്. ക്രോമോസോംസ് ക്യാരി ജീൻസ് ആൻഡ് ഹെൽപ്പ് ഇൻ ഇൻഹെറിറ്റൻസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ക്യാരക്ടേഴ്സ് ഫ്രം ദ പേരൻസ് ടു ദ ഓഫ്സ്പ്രിങ്. അപ്പോൾ ഈ ക്രോമോസോംസിനകത്തുള്ള ജീൻസാണ് ക്യാരക്ടേഴ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ജീൻ ഈസ് എ യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് ഇൻ ലിവിങ് ഓർഗനിസം. ഇറ്റ് കൺട്രോൾസ് ദ ട്രാൻസ്ഫർ ഓഫ് എ ഹെറിഡിറ്ററി ക്യാരക്ടറിസ്റ്റിക് ഫ്രം പേരൻസ് ടു ഓഫ്സ്പ്രിങ്. അതുകൊണ്ടാണ് നമുക്ക് പേരൻസിൻ്റെ രൂപസാദൃശ്യമൊക്കെ മക്കൾക്കും കാണുന്നത് കൊണ്ടാണ്, ജീൻസ് ഉള്ളത് കൊണ്ടാണ്. നെക്സ്റ്റ് the nucleus of the bacterial cell is not well organized like the cells of multicellular organisms. There is no nuclear membrane. അപ്പോൾ എന്താണ്? ദ സെൽസ് ഓഫ് ദ ബാക്ടീരിയൽ സെൽ, ബാക്ടീരിയയുടെ സെല്ലിന് ഈസ് നോട്ട് വെൽ ഓർഗനൈസ്ഡ് ലൈക്ക് ദ സെൽസ് ഓഫ് മൾട്ടിസെല്ലുലാർ ഓർഗനിസം. ബാക്ടീരിയയുടെ സെല്ലിൽ എന്താണ്? ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല. ദർ ഈസ് നോ ന്യൂക്ലിയർ മെംബ്രെയിൻ. The cells having nuclear material without nuclear membrane are termed prokaryotic cells. അപ്പോൾ നോ ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലാത്തവയ്ക്ക് പറയുന്ന പേരാണ് പ്രോകാരിയോട്ടിക് സെൽസ്. ബാക്ടീരിയ, ആൽഗയൊക്കെ പ്രോകാരിയോട്സിന് എക്സാമ്പിളാണ്. The organisms which these kinds of cells are called prokaryotes. Examples are bacteria and blue-green algae. അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സെൽസ് ഹാവിങ് ന്യൂക്ലിയർ മെറ്റീരിയൽ വിതൗട്ട് ന്യൂക്ലിയർ മെംബ്രെയിൻ, ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലാത്ത സെൽസിനെ പറയുന്ന പേരാണ് പ്രോകാരിയോട്ടിക് സെൽസ്. സച്ച് ഓർഗനിസംസ് ആർ കോൾഡ് പ്രോകാരിയോട്സ്. എക്സാമ്പിൾ ബാക്ടീരിയ ആൻഡ് ആൽഗെ. നെക്സ്റ്റ് ദ സെൽസ് ലൈക്ക് ഒനിയൻ സെൽസ് ആൻഡ് ചീക്ക് സെൽസ് having well organized nucleus with a nuclear membrane are designed as eukaryotic cells. അപ്പോൾ യൂക്കാരിയോട്ടിക് സെൽസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസൻ്റ് ആയിട്ടുള്ളത്, ന്യൂക്ലിയർ മെംബ്രെയിൻ ഉള്ളവയ്ക്ക് പറയുന്ന പേരാണ് യൂക്കാരിയോട്ടിക് സെൽസ്. സച്ച് ഓർഗനിസംസ് ആർ കോൾഡ് യൂക്കാരിയോട്സ്. All organisms other than bacteria and blue-green algae are called eukaryotes. അപ്പോൾ ഓർത്തിരിക്കുക, ബാക്ടീരിയ ആൻഡ് ബ്ലൂ-ഗ്രീൻ ആൽഗെ അവ മാത്രമാണ് പ്രോകാരിയോട്സ് ആയിട്ടുള്ളത്, ബാക്കിയെല്ലാം യൂക്കാരിയോട്സ് ആണ്. അപ്പം നമ്മുടെ ചീക്ക് സെല്ല് കാണുമ്പോൾ തന്നെ അറിയാം ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവയ്ക്ക് പറയുന്ന പേരാണ് യൂക്കാരിയോട്സ്. അപ്പോൾ പ്രോകാരിയോട്സും യൂക്കാരിയോട്സും എന്താണെന്ന് നമുക്ക് പഠിക്കണം. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ജീൻസ്, ക്രോമോസോംസ്, അവയുടെ ജീനുകളുടെ പ്രത്യേകത, ദെൻ പ്രോകാരിയോട്സ്, യൂക്കാരിയോട്സ്, ഓർഗനൽസ് എന്തൊക്കെയാണ്. അപ്പോൾ ലെസൺ വളരെ നന്നായിട്ട് നിങ്ങൾ വായിക്കണം, പല പ്രാവശ്യം വായിക്കണം. എല്ലാവരും നല്ല നീറ്റായിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നോട്ട്ബുക്കിലേക്ക് എഴുതണം. ഡയഗ്രാമൊക്കെ നല്ല നീറ്റായിട്ട് വരച്ച് അതിൻ്റെ പാർട്സൊക്കെ നന്നായിട്ട് അടയാളപ്പെടുത്തണം. ലെസൺ നന്നായിട്ട് വായിച്ച് നന്നായിട്ട് പഠിക്കുക. ഓക്കേ.